ഹിമാലയത്തിൽ വസിച്ചിരുന്ന ഒരു ഗുരുവിന് ഏതാണ്ട് 500ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നഗരമൊക്കെ ഒന്ന് കാണണം എന്നുണ്ട് എന്ന്. ഒരുപാട് സിദ്ധികൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ സമ്മതത്തോടെ അടുത്ത സീസണിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർ യാത്രയായി. നഗരത്തിലേക്ക് കടന്നു. അവിടുത്തെ ബഹളങ്ങളും സന്തോഷങ്ങളും ആൾക്കാരുടെ ഉത്സവങ്ങളും ഒക്കെ കണ്ട് ഇവർ ഇതിൽ മറന്നു. അവിടുത്തെ രാജാവ് ഇവരെ ക്ഷണിച്ചു, ഒരിക്കൽ വരൂ, രാജകൊട്ടാരം ഒന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കൂ എന്ന്. ഇവർക്ക് വേണ്ട സദ്യയും ഒരുക്കി. ആ രാജ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മദ്യപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിഥികൾക്ക് മദ്യം വിളമ്പിയായിരുന്നത്രേ സൽക്കാരം കൊടുത്തിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ക്ഷണിച്ചു. ഇവരെല്ലാം അവിടെ ചെന്നു. മദ്യപിച്ച് മതോന്മത്തരായി പൂർണ്ണമായി തളർന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോഴാണ് തങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് ഓർമ്മ വന്നതും ഗുരുവിനെക്കുറിച്ച് ഓർമ്മ വന്നതും. അതിനുശേഷം ഇവരെല്ലാം തന്നെ തിരിച്ച് ലജ്ജയോടെ വിഷമത്തോടെ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു സമാധിയായി കഴിഞ്ഞിരുന്നു. നമ്മുടെ സോഴ്സിനെക്കുറിച്ച് നമ്മൾ മറക്കുമ്പോൾ പലപ്പോഴും നഷ്ടമാവുന്നത് ജീവിതം തന്നെയായിരിക്കും. വന്ന വഴികളും വളർത്തിയവരെയും ഒക്കെ മറക്കാതിരിക്കുക. തളർത്തുന്നവരെയും കൂടെ കൂട്ടുക. അവരാണ് നമുക്ക് ജീവിക്കുവാനുള്ള പല വഴികളും തുറന്നു തന്നതും. എല്ലാം തന്നെ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹീതരായിട്ട് കഴിയുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.